അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ മുൻപെപ്പോഴൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു ഒരു ചമ്മന്തിയെക്കുറിച്ച്. ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ദോശയിലേക്കും അതുപോലെ ഓട്ടടയിലേക്കൊക്കെ കൂട്ടി കഴിച്ചിരുന്ന ഒരു ചമ്മന്തിയാണ്. ഡയറ്റിൽ വന്നപ്പോഴും ഞങ്ങളത് ചിലപ്പം കോളിഫ്ലവർ റൈസിലേക്ക് അല്ലെങ്കിൽ സാധാരണ ദോശയിലേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി തയ്യാറാക്കിയിരുന്നല്ലോ, അതിലേക്കൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ള് ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളിയും നമുക്ക് അനുവദിച്ച ഒരളവിലുള്ള സവാളയും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം. അപ്പോൾ ഞാനേതായാലും 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ചെറിയുള്ളി തൊലിച്ചെടുക്കണം. ഒരു 10-15 ചെറിയുള്ളി കൂടി തൊലിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് തൊലിച്ചെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഉള്ളി തൊലിച്ചെടുത്ത് കഴിഞ്ഞു. ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇനി മുളക് വറക്കാനാണുള്ളത്. അപ്പോൾ ഒരു ഗ്യാസ് കത്തിച്ചിട്ട് പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ പാത്രം ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവും ഒന്നും ഇല്ലാത്തൊരു മുളകാണ് കേട്ടോ, പക്ഷെ നല്ല രുചിയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ വറ്റൽ മുളക് എടുത്താൽ മതി, അതൊരു 8 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. അത് തന്നെ നല്ല എരിവുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് എരിവ് കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട്. അപ്പോൾ നമ്മളൊരു ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ പാൻ തന്നെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് അവിടെയൊക്കെ ഒരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. മുളക് അധികം തണുക്കാൻ വെക്കരുത്, ആ ഒരു ക്രിസ്പിനെസ് പോകുന്ന മുന്നേ തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ മുളക് ഞാൻ വിചാരിച്ച പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും കരിങ്കല്ലിൻ്റെ ചെറിയ ഉരൽ, അതിൽ വെച്ചിട്ട് ഈ മുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുത്താലും നല്ല രുചിയാണ് കേട്ടോ. മിക്സിയിൽ അടിച്ചതിനേക്കാൾ രുചി എനിക്ക് അപ്പോഴാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉള്ളി കൂടി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നമുക്ക് ഡയറ്റിൽ കുറച്ചധികം ഉപയോഗിക്കാമല്ലോ, അപ്പോൾ ഡോണ്ട് വെറി, പേടിക്കണ്ട, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. ചൂടായി വന്നപ്പോൾ ഞാനിനി കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഡയറ്റിൽ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഒരു ദിവസം 2 കൂടെ മാക്സിമം 100 ഗ്രാം വരെ ഉപയോഗിക്കാം. അപ്പോൾ 200 ഗ്രാം ഫാറ്റ് തികയ്ക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല രുചിയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പില കൂടി താളിച്ചു. ഇനി അതിലേക്ക് ഉള്ളിയും മുളകും അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. വേണമെങ്കിൽ ഈ ജാറൊന്ന് ചുവറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി കൂടി മുളക് ആകാമെന്ന് കരുതി 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി ഇത്തിരി ടൈറ്റായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ വിചാരിച്ച പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മളെടുക്കുന്ന മുളകിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് കേട്ടോ കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുക. എന്തായാലും റെഡിഷായിട്ട് അടിപൊളിയായിരിക്കും. ഈ ഒരു വേപ്പിലൊക്കെ ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അന്നൊരു ദിവസം പാൻ കേക്ക് ഉണ്ടാക്കിയ റെസിപ്പി ഷെയർ ചെയ്തിരുന്നില്ലേ, അന്ന് പറഞ്ഞ ചമ്മന്തിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയ വീഡിയോ എടുത്ത ദിവസം ഞങ്ങൾ ആ പാൻ കേക്കിനോട് കൂടിയിട്ടാണ് കഴിച്ചത്. സാധാരണ പാൻ കേക്ക് കഴിക്കുമ്പോൾ അതിനകത്തേക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുക. ഡയറ്റിൽ നമുക്ക് മധുരങ്ങളില്ലല്ലോ, അതുകൊണ്ട് അന്ന് ഈ ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്നും മുട്ടയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു ദോശയോ പാൻ കേക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതിലേക്ക് സൈഡായിട്ട് ഈ ചമ്മന്തി ഉഷാറാണ് കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു ഫാറ്റിൻ്റെ അളവും നമുക്കതിലൂടെ കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.